ക്യാരക്ടർ പോസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ട്രെയിലർ എപ്പോഴായിരിക്കും എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. പല പല ദിവസങ്ങളായിട്ടുള്ള അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. ദിവസങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആരാധകർ. പുതിയ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൂചന നമുക്ക് നൽകാൻ പറ്റുമോ? എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു. എനിക്ക് വലിയ സൂചനയൊന്നുമില്ല. ആ, അല്ല, അത് ഒന്നാമത്തെ കാര്യം, രാജുവിന്റെ എല്ലാം സർപ്രൈസുകളാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും വരും. കാര്യം ഇതിനിടയിൽ മറ്റേ എന്താ പറഞ്ഞ ഒരു ടീസർ ലോഞ്ചിങ് എന്തൊക്കെ കൊണ്ടായിരുന്നു. എനിക്ക് പോകത്തില്ല, എന്നെ വിളിച്ചാണ്. അപ്പൊ അതുപോലെ ഇനി ട്രെയിലർ ലോഞ്ചോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പക്ഷെ അത് എപ്പോഴാ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി, കൂടെ 2 ആഴ്ചയേ ഉള്ളൂ ഇനിയിപ്പോൾ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ആയിരിക്കും അറിയില്ല. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഞാനും ഹൈ എക്സ്പെക്ടേഷൻസിലാണ്. പിന്നെ ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിൽ. അതാണ്. 6 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് ആ സിനിമയുടെ 2ാം ഭാഗം വരുന്നത്. അതും ഏകദേശം ഒരേ മാസം ഒരേ ദിവസമാണ്. 28-ാം തീയതിയാണ് ആദ്യ ഭാഗമെങ്കിൽ 27-ാം തീയതിയാണ് 2ാം ഭാഗം വരുന്നത്. കൃത്യം 6 വർഷത്തെ ഇടവേളയാണ്. ഞാൻ പറയുന്നത് അത്രയും ഈ 6 വർഷത്തിന്റെ ഗ്യാപ്പിൽ പോലും ആ ഒരു ഹൈപ്പ് അത്രയും മാത്രം നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ലല്ലോ. അല്ല, അത് ആ സിനിമയുടെ വിജയത്തിന്റെ ഒരു ഗുണം കൊണ്ടാണ്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ വിജയം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഒക്കെയാണ് ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 2ാം ഭാഗം നന്നായിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ കഥയൊന്നും അറിയില്ല. കാര്യം അത് ആർക്കും അറിയില്ല. ശരിക്കും ഇതിന്റെ ആരംഭകാലങ്ങളിൽ ഇത് അറിയാവുന്ന 4-5 പേരേ ഉള്ളൂ. ലാലേട്ടനും പൃഥ്വിരാജും, ഇത് എഴുതിയ മുരളി ഗോപിയും, പിന്നെ ആന്റണി പെരുമ്പാവൂരും, അതിന്റെ ക്യാമറ ചലിപ്പിച്ച സുജിത്തിനും, പിന്നെ ഒരു പക്ഷേ അതിന്റെ അസോസിയേറ്റ് വാവയ്ക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കഥ ഇപ്പം അത് കംപ്ലീറ്റ് കഴിഞ്ഞത് കൊണ്ട് ഇപ്പോൾ മറ്റുള്ള ടെക്നീഷ്യൻ, സൗണ്ട് എഞ്ചിനീയേഴ്സിനും ഒക്കെ, എഡിറ്ററിനും ഒക്കെ അറിയാമായിരിക്കും ഇപ്പം. പക്ഷെ എന്നാൽ പോലും അത് ആരും വെളിയിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും ചോദിക്കാനും പോയിട്ടില്ല. ഈവൻ മഞ്ജു പോലും, ഞാൻ മഞ്ജുവിനോട് ചോദിച്ചു, മഞ്ജു പറഞ്ഞു എനിക്കും അറിയില്ല ഏട്ടാ, ഞാൻ ചോദിക്കാനും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഡിറ്റർ ഇരിക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സീന് നമുക്ക് ഇട്ട് കാണണമെങ്കിൽ കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രാജു പറയും കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് വേണേൽ കാണാം. പക്ഷെ അതിന് പോലും നമ്മൾ ശ്രമിച്ചില്ല. ഞാൻ ശ്രമിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം അതിൽ അനുഭവിക്കാം, അതിന്റെ ആ ഒരു രസത്തിൽ കാണാം എന്നുള്ളത് കൊണ്ട് മാത്രം അതൊന്നും കാണാൻ പോയില്ല. ഇപ്പൊ ഡബ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഏതെങ്കിലും ഒരു സീന് കാണണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇട്ട് കാണിച്ചു തരാം. ഞാൻ പക്ഷെ ചോദിച്ചില്ല. ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരി, എല്ലാവരും ഒരേപോലെ തന്നെയാണ് അതിന്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം അറിഞ്ഞു പോയാൽ അതിന്റെ സുഖം പോയി.